First case says that if the roots of the auxiliary equation m1 and m2 are pure imaginary, then the critical point will be a center. Okay. So let m1 and m2 be the roots. So pure imaginary ആണെന്ന് പറഞ്ഞാൽ of course conjugates ആയിരിക്കും. അപ്പോൾ it will be plus ib and minus ib with b not equal to 0 of course. So in that case you know that the general solution will be given by that expression that we have already seen. അതായത് അതിനകത്തെ ib എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് എയും ബിയും കണ്ടിട്ട് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് അതിന്റെ റിയൽ പാർട്സ് ഇമാജിനറി പാർട്സ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആയതുകൊണ്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ജനറൽ സൊല്യൂഷൻ ആയിട്ട് എഴുതുന്നു. ദാറ്റ് വി ഹാവ് ഓൾറെഡി ബീൻ സ്റ്റഡിഡ്. ഓക്കെ. സോ യു സീ ദാറ്റ് ദിസ് xt and yt are periodic functions because they are basically combination of sine function and cosine function. So they are periodic functions. അതുകൊണ്ട് എല്ലാ പാത്തും ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും സറൗണ്ടിങ് ദ ഒറിജിൻ ബിക്കോസ് പീരിയോഡിക് ആയിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് വിൽ ബി സറൗണ്ടിങ് ദ ഒറിജിൻ and have the same values. So there will be closed curves surrounding the origin. Or more precisely, you can find what are those curves by solving the differential equation of the paths. So you know that dy by dt is a2x plus, dx by dt is a1x plus b1y and dy by dt is a2x plus b2y. So the differential equation of the paths is given by dy by dx equal to a2x plus b2y divided by a1x plus b1y. And we can show that these curves are actually ellipses. Now how can we show that? So let us try to do that. See, the roots of the auxiliary equation by our assumption are pure imaginary. Pure imaginary ആയതുകൊണ്ട് നമുക്ക് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഒരു റൂട്ട് ഐ ബിയും മറ്റൊരു റൂട്ട് മൈനസ് ഐ ബി ആണ്. സോ സം ഓഫ് റൂട്ട്സ് ഈസ് 0. സോ നമുക്കറിയാം ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് a1 പ്ലസ് b2 ഇൻറ്റു എം പ്ലസ് a1 b2 മൈനസ് a2 b1 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് ഈക്വൽ ടു 0 അതിന്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് b ബൈ a ആണെന്നും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് c ബൈ a ആണെന്നും വളരെ പണ്ടേ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സം ഓഫ് റൂട്ട്സ് ഈ കേസിൽ ഐ ബി മൈനസ് ഐ ബി ആയതുകൊണ്ട് സം ഓഫ് റൂട്ട്സ് 0 ആണ്. അതായത് മൈനസ് ഓഫ് a1 പ്ലസ് b2 ഈസ് ഈക്വൽ ഓർ അതർ a1 പ്ലസ് b2 വിൽ ബി ഈക്വൽ ടു 0 ബിക്കോസ് എം സ്ക്വയർ മൈനസ് a1 പ്ലസ് b2 ഇൻറ്റു എം പ്ലസ് a1 b2 മൈനസ് a2 b1 ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ റൂട്ട്സ് ആണ് ഐ ബി മൈനസ് ഐ ബി. സോ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് a1 പ്ലസ് b2 ആയിരിക്കും. അതായത് a1 പ്ലസ് b2 ആയിരിക്കും. അത് ഈ കോണ്ടെക്സ്റ്റിൽ അത് 0 ആയിരിക്കും. സോ യു ഗെറ്റ് b2 ഈക്വൽ ടു മൈനസ് 1 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം ഐ ബി ഇൻറ്റു മൈനസ് ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി സ്ക്വയർ എന്നാണ് കിട്ടുക വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ a1 b2 മൈനസ് a2 b1 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പക്ഷേ നോക്കൂ a1 പ്ലസ് b2 ഈക്വൽ ടു 0 ആയതുകൊണ്ട് b2 എന്ന് പറയുന്നത് മൈനസ് a1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ a1 പകരം മൈനസ് b2 എഴുതി കഴിഞ്ഞാൽ യു ഗെറ്റ് ദാറ്റ് ദിസ് ഈസ് മൈനസ് b2 സ്ക്വയർ മൈനസ് a2 b1 ഈസ് ഗ്രേറ്റർ ദാൻ 0. ഈസ് ദാറ്റ് ക്ലിയർ? Okay. So now the differential equation can be written as m dx plus n dy equal to 0, where m equal to a2x plus b2y and n equal to minus a1x minus b1y. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. എം എന്ന് പറയുന്നത് a2x plus b2y, n എന്ന് പറയുന്നത് minus a1x minus b1y. And you can see that dou m by dou y എന്ന് പറഞ്ഞാൽ b2 ആയിരിക്കും, dou n by dou x എന്ന് പറഞ്ഞാൽ minus a1 ആയിരിക്കും. പക്ഷേ b2 ഉം മൈനസ് a1 ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് dou m by dou y ഈസ് ഈക്വൽ ടു dou n by dou x എന്ന് കിട്ടും. അതിന്റെ അർത്ഥം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു പഴയ കഥയാണ് കേട്ടോ. ഡിഗ്രിക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സന്ദർഭത്തിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നോ എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So dou m by dou y and dou n by dou x are same. So you get that the differential equation is exact. Other differential equations solve ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നിക്, you can find a function f such that dou f by dou x equal to m and dou f by dou y equal to n. അതുകൊണ്ടാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്ട് എന്ന് വിളിക്കുന്നത്. ഞാൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ ആക്ച്വലി there is a function f of x, y such that dou f by dou x equal to m and dou f by dou y equal to n. അതായത് dou f by dou x എന്ന് പറയുന്നത് m ന് പകരം a2x plus b2y എഴുതാം. dou f by dou x equal to a2x plus b2y. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു x രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് f equal to a2x square by 2 plus b2xy plus some function of y എന്ന് കിട്ടും. Now you find dou f by dou y. dou f by dou y equal to b2x plus g dash y. ഈ എക്സ്പ്രഷനിൽ നിന്നാണ്, f ന്റെ എക്സ്പ്രഷനിൽ നിന്നാണ് dou f by dou y ആണ്. പക്ഷേ dou f by dou y n ആണ്. അപ്പോൾ n ന് പകരം minus a1x minus b1y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. minus a1x minus b1y equal to b2x plus g dash y. Remember b2 എന്ന് പറയുന്നതും minus a1 എന്ന് പറയുന്നതും സെയിം ആണ്. സോ minus a1x എന്ന് പറയുന്ന ടേം രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് g dash y equal to minus b1y എന്ന് കിട്ടും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ g of y equal to minus b1y square by 2 എന്ന് കിട്ടും. അതായത് f എന്ന് പറയുന്നത് a2x square by 2 plus b2xy minus b1y square by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുക f of x, y equal to a constant. ഇതാണ് exact equation solution. So the solution will be f of x, y equal to a constant, that is a2x square by 2 plus b2xy minus b1y square by 2 is equal to k, where k is a constant. So it can be written as a2x square
plus 2b2xy minus b1 square is equal to c. Now, നമുക്കറിയാം ax square plus 2hxy plus by square plus 2gx plus 2fy plus c equal to 0 മാതൃകയിലുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ തന്നാൽ അത് പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസിനെയാണോ പരാബോളയാണോ എലിപ്സിനെയാണോ ഹൈപ്പർബോളയാണോ റെപ്രസെന്റ് ചെയ്യുന്ന ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെക്നിക് നമുക്കറിയാം. So you compare with that standard equation ax square plus 2hxy plus by square plus 2gx plus 2fy plus c equal to 0. So you see that a equal to a2, b equal to minus b1, h will be equal to b2, and c will be, you can take it as c itself or minus c, whatever it is, no problem. And all other coefficients will be 0. And you can verify that delta will not be equal to 0, that I leave to you. And you can also see that AB minus H square, the AB and another A2 minus B1, so minus A2 B1 minus H square, that is B2 square. Remember, this is greater than 0 because you are assuming that the roots are pure imaginary, so the product of roots is greater than 0, and you have obtained that minus B2 square minus A2 B1 is greater than 0. So that is the same expression we are getting here, minus B2 square minus A2 B1, which is greater than 0. So since delta not equal to 0 and AB minus H square is greater than 0, you get that this A2x square plus 2B2xy minus B1 square equal to C and in a curve ellipse. Is that okay? Yes, sir. So what you get is that the critical point is a center, because all those are closed paths, ellipses are closed paths surrounding the origin. So you get that this is a center and it is stable but not asymptotically stable. Okay.